ഹലോ എവ്രി വൺ. ഇനി ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ 10ാം ക്ലാസ് കെമിസ്ട്രീന്റെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനങ്ങൾ എന്ന പാഠഭാഗത്തിന്റെ മൂന്നാമത്തെ പാർട്ടുമായിട്ടാണ്. അപ്പൊ ആദ്യത്തെ 2 ഭാഗങ്ങൾ കാണാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോസ് ഒന്ന് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതേപോലെ തന്നെ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2 രാസപ്രവർത്തനത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? ആദേശ രാസപ്രവർത്തനവും അതേപോലെ തന്നെ അഡീഷൻ രാസപ്രവർത്തനവും അല്ലെ. ഇനി അടുത്തതാണ് എന്തെന്ന്? പോളിമറൈസേഷൻ. നോക്കാം. ലഘുവായ അനേകം തന്മാത്രകൾ ഒന്നിച്ചു ചേർന്ന് സങ്കീർണ തന്മാത്രകൾ ഉണ്ടാക്കുന്ന പ്രവർത്തനമാണ് പോളിമറൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് കുഞ്ഞി കുറേ എന്തുണ്ടാവും? തന്മാത്രകൾ ഉണ്ടാവും അല്ലെ. ഇങ്ങനെ കുറേ കുഞ്ഞി തന്മാത്രകൾ എല്ലാരും കൂടി ചേർന്നിട്ട് എന്താണ്? ഒരു വലിയ ഒരു തന്മാത്ര ഇതായി മാറുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ലഘു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? കുഞ്ഞായിട്ടുള്ള അല്ലെ. അപ്പൊ ലഘുവായിട്ടുള്ള തന്മാത്രകളെല്ലാം ഇങ്ങനെ ഒന്നിച്ചു കൂടിയിട്ട് ഒരു വലിയ സങ്കീർണമായ തന്മാത്രകൾ ഉണ്ടാവുന്ന ഈ ഒരു പ്രവർത്തനത്തിനെയാണ് നമ്മൾ പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കിക്കോളെ. ലഘു തന്മാത്രകളെ മോണോമർ എന്നും മോണോമസ് പോളിമറൈസേഷന്റെ ഫലമായി ഉണ്ടാകുന്ന സങ്കീർണ തന്മാത്രകളെ പോളിമറുകൾ എന്നുമാണ് നമ്മൾ പറയുന്നത്. അതായത് ഈ കുഞ്ഞി തന്മാത്രകൾ ഉണ്ടല്ലോ അല്ലെ, ഈ ഒരു കുഞ്ഞി ലഘുവായിട്ടുള്ള തന്മാത്രകൾ ഉണ്ടല്ലോ, ഈ ഓരോരോ തന്മാത്രകളെയും നമ്മൾ വിളിക്കുന്ന പേരാണ് മോണോമർ. ഓക്കെ ആണല്ലോ. ഈ കുഞ്ഞി ലഘുവായിട്ടുള്ള തന്മാത്രകളെ വിളിക്കുന്ന പേരാണ് മോണോമർ. നേരെ മറിച്ച് നമുക്കിവിടെ കിട്ടിയിട്ടുള്ള ഒരു വലിയ തന്മാത്ര ഉണ്ടല്ലോ, സങ്കീർണമായ തന്മാത്ര ഉണ്ടല്ലോ, അതിനെ വിളിക്കുന്ന പേരാണ് പോളിമർ. ഓക്കെ, അപ്പൊ ഈ മോണോമർ പോളിമർ ആയിട്ട് മാറും. ഏത് പ്രോസസ്സിലൂടെ? നമ്മളുടെ പോളിമറൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രവർത്തനത്തിലൂടെ മോണോമർ എല്ലാം കൂടി ചേർന്നിട്ട് വലിയ സങ്കീർണമായ ഒരു തന്മാത്ര ഉണ്ടാവുന്ന അതാണ് പോളിമർ. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് പോളിമേഴ്സ് അല്ലെ. പോളിമർ ഇംഗ്ലീഷിൽ നമ്മൾ ഇങ്ങനെ എഴുതും. അപ്പൊ ഈ പോളി അല്ലെ, ഈ പോളി വരെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? പോളി എന്ന് വെച്ച് കഴിഞ്ഞാൽ മെനി, കുറെ എന്നാണ് അർത്ഥം. മെർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? പാർട്ടുകൾ. അപ്പോ കുറെ പാർട്ടുകൾ ചേർന്നുണ്ടാവുന്നത് അതിനെയാണ് പോളിമർ എന്ന് പറയുന്നത്. ജസ്റ്റ് എന്താണ്? പോളി എന്ന് വെച്ച് കഴിഞ്ഞാൽ മെനി, കുറെ. മെർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? പാർട്ട് അല്ലെങ്കിൽ യൂണിറ്റ് എന്ന് പറയും. അപ്പൊ കുറെ പാർട്ടുകൾ ചേർന്നതാണ് പോളിമർ. അതന്നെയാണല്ലോ കുറെ പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? കുഞ്ഞി എന്താ? ലഘുവായിട്ടുള്ള തന്മാത്രകൾ. ഇതാരാണ്? നമ്മളുടെ മോണോമർ അല്ലെ. ഇത്രയും കുഞ്ഞി പാർട്ടുകൾ ചേർന്നിട്ടാണ് നമ്മളുടെ പോളിമർ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, പോളിമറൈസേഷൻ രീതിയുടെ അടിസ്ഥാനത്തിൽ അഡീഷൻ പോളിമറുകൾ എന്നും കണ്ടൻസേഷൻ പോളിമറുകൾ എന്നും 2 വിഭാഗം പോളിമറുകൾ ഉണ്ട്. അപ്പൊ ഈ ഒരു പോളിമറൈസേഷൻ 2 രീതിയിലുണ്ട്. ഏതൊക്കെ രീതിയിലാണ് നടക്കുന്നത്? അഡീഷൻ പോളിമറുകളും ഉണ്ട്, കണ്ടൻസേഷൻ പോളിമറുകളും ഉണ്ട്. അപ്പൊ ആദ്യം അഡീഷൻ പോളിമറുകൾ നോക്കാം. അഡീഷൻ പോളിമറുകൾ ഉണ്ടാകുന്നത് മോണോമറുകളുടെ ആവർത്തിച്ചുള്ള അഡീഷൻ പ്രവർത്തനം വഴിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മോണോമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞി ലഘുവായിട്ടുള്ള തന്മാത്രകളാണ് നമുക്കറിയാം അല്ലെ. അങ്ങനെ കുറെ എന്താണ്? ഈ കുഞ്ഞി തന്മാത്രകൾ ഇങ്ങനെ കൂടി ചേർത്ത് 5, 10, 20 ഒന്നും ആയിരിക്കും, കുറെ ഉണ്ടാവും. ഇതെല്ലാം കൂടി ചേർന്നിട്ട് ഒരു വലിയ ഒരാൾ ഉണ്ടായി വരും അല്ലെ. അപ്പൊ ഇത്രയും മോണോമറുകൾ കൂടി ചേർന്നിട്ട് ഒരു വലിയൊരാളായി. ആരാണത്? ആ ഒരു പോളിമറാണ് അല്ലെ. ഇതിനെയാണ് നമ്മൾ അഡീഷൻ പോളിമർ എന്ന് പറയുന്നത്. അഡീഷൻ പോളിമർ കുഞ്ഞി ആൾക്കാർ കൂടിയിട്ട് അഡീഷൻ റിയാക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ആ റിയാക്ഷനിലൂടെ ഉണ്ടാകുന്നതാണ് അഡീഷൻ പോളിമറുകൾ. ഈത്തീൻ തന്മാത്രകൾ തമ്മിൽ അഡീഷൻ പോളിമറൈസേഷൻ നടക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നം ഏതെന്ന് പരിശോധിക്കാം. അപ്പൊ ഈത്തീൻ ആരായിരുന്നു?
ഈത്തീനിൽ 2 കാർബൺ ഉണ്ട്. ഈത്തീൻ ആയതുകൊണ്ട് ഇവിടെ ഡബിൾ ബോണ്ട് വരും അല്ലെ. അപ്പൊ ഇവിടെ എന്ത് വരും? ഇവിടെ ഒരു H2 വരും അല്ലെ. കാരണം 2 + 2 4 ആവണം അല്ലെ. ഇവിടെയും H2 വരും. ഇതാണ് നമ്മളുടെ ഈത്തീൻ അല്ലെ. അപ്പൊ ഈത്തീനിന്റെ അഡീഷൻ പോളിമറൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഈത്തീൻ ഇങ്ങനെ ആഡ് ചെയ്ത് പോവാ. ഈത്തീൻ അല്ലെ, ഇങ്ങനെ ഒരു കുറേ ഈത്തീനുകൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്ത് പോവാം. 1 or 2 ആയിരിക്കുമല്ലോ, ഒരു കുറേ ഈത്തീനുകൾ ഇങ്ങനെ ആഡ് ചെയ്ത് പോയിട്ട് എന്താണ് നമുക്ക് വലിയൊരു സംഭവം അല്ലെ, സങ്കീർണമായ എന്താണ് കിട്ടുന്നതെന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. അനേകം ഈത്തീൻ തന്മാത്രകൾ ഉന്നത മർദ്ദത്തിലും താപനിലയിലും ഉൽപ്രേരകത്തിന്റെ സാന്നിധ്യത്തിൽ ഒന്നു ചേരുന്ന പ്രവർത്തനത്തിന്റെ സമവാക്യം നൽകിയിരിക്കുന്നു. അപ്പൊ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈത്തീനിന്റെ പോളിമറൈസേഷൻ ആണ്. അപ്പൊ ഈത്തീനിന്റെ പോളിമറൈസേഷൻ എന്തിലാ നടക്കുന്നത്? ഉന്നത മർദ്ദം അല്ലെ, നല്ല പ്രഷറും പിന്നെ എന്താ താപനില, നല്ല ടെമ്പറേച്ചറിലും ഉൽപ്രേരകം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നമ്മളുടെ ആ ഒരു പ്രവർത്തനം സ്പീഡാക്കാൻ സഹായിക്കുന്ന ആളല്ലേ. അപ്പോൾ അതിന്റെ സാന്നിധ്യത്തിലാണ് നടക്കുന്നത്. അപ്പൊ അതെന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. ഇവിടെ ഒരു റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും, എന്റെ ഭഗവാനെ ഇതെന്തെല്ലാം വിചാരിക്കും. അതിന്റെ ഒന്നും ടെൻഷൻ ആവശ്യമില്ല, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ ഈത്തീനാണ് എന്ന് പറഞ്ഞു അല്ലെ. ഈത്തീൻ ആരാ? CH2 ഡബിൾ ബോണ്ട് CH2 അല്ലെ. അപ്പൊ ഒന്നാണോ ഉണ്ടാവുക? അല്ല, ഒരു കുറേ ഉണ്ടാവും എന്ന് പറഞ്ഞല്ലേ. അപ്പൊ CH2 പ്ലസ് CH2 പ്ലസ് ഇതിപ്പോ ഒരു 100 ഉണ്ട് എന്ന് വിചാരിക്കും. അപ്പൊ 100 എണ്ണത്തിന് ഇങ്ങനെ ഇരുന്ന് എഴുതൽ പോസിബിൾ ആണോ? അല്ല. ഇതിപ്പോ ഒരു 1000 ഉണ്ട് എന്ന് വിചാരിക്കും. ഈ 1000 എണ്ണത്തിന് ഇങ്ങനെ ഇരുന്ന് എഴുതുക എന്ന് പറയുന്നത് പോസിബിൾ ആണോ? അല്ല. ഇനിയിപ്പോ 1 കോടി ഉണ്ട് എന്ന് വിചാരിക്കും, പോസിബിൾ ആണോ? അല്ല. അങ്ങനെ എത്രയോ നമ്പർ, അതാണ് ഈ N കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് എഴുതും? CH2 ഡബിൾ ബോണ്ട് CH2 അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടെ N എന്നിട്ട് കൊടുത്ത്. N എന്നിടുന്നതിന്റെ ഉദ്ദേശം എന്താ? അത്രയും ഈത്തീൻ തന്മാത്രകൾ കൂടി ചേർന്നിട്ട് എന്നുള്ളതാണ് ഈ N സൂചിപ്പിക്കുന്നത്. NCH2 ഡബിൾ ബോണ്ട് CH2 എന്ന് വെച്ച് കഴിഞ്ഞാൽ N തന്മാത്രകൾ ഉണ്ട്. ആരത്? നമ്മളുടെ ഈത്തീനിന്റെ എന്നാണ് അർത്ഥം. ക്ലിയർ ആണല്ലോ? ഓക്കെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ? അഡീഷൻ പോളിമർ ആണ് അല്ലെ. അഡീഷൻ പോളിമർ എന്താ ചെയ്യുക? ഈ ഡബിൾ ബോണ്ടിനെ ഏത് ബോണ്ടാക്കി മാറ്റും? ഒരു സിംഗിൾ ബോണ്ട് അല്ലെ, ദ്വിബന്ധന ബോണ്ടിനെ ഒരു ബോണ്ടാക്കി മാറ്റും അല്ലെ. അപ്പൊ അതാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇതിപ്പോ CH2 ഡബിൾ ബോണ്ട് CH2 ഇങ്ങനെ പ്ലസ് ആയി പോവാ അല്ലെ. അപ്പൊ ഇതെല്ലാം പ്ലസ് ആയിട്ട് ലാസ്റ്റ് എന്തായി മാറണം? ഒരേ രീതിയിൽ പോണം അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാ ഈ ഒരു രീതിയിൽ ദാ ഇങ്ങനെ പോണം അല്ലെ. ഇങ്ങനെ എന്താ? ഒരു പ്ലസ് ഒന്നും ഇല്ലാണ്ട് ദാ ഇങ്ങനെ പോണം. അങ്ങനെ പോകണമെങ്കിൽ നിങ്ങൾ നോക്ക്, ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഇട്ട് കൊടുത്തു എന്ന് വിചാരിക്കും. എന്നിട്ട് ഇവിടെ ഞാൻ CH2 ഇട്ട് എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ കാർബണിന്റെ വാലൻസ് എത്ര? നിങ്ങളൊന്ന് കൂട്ടി നോക്ക്. 2 2 4 ഇപ്പുറം 1 അല്ലെ. ഇങ്ങനെയെല്ലാം പോകുമ്പോ എന്തെന്നാ? കൂടി പോവല്ലേ ചെയ്യുക. അപ്പൊ എന്താ അവിടെ സംഭവിക്കുന്നത്? ഈ ഡബിൾ ബോണ്ട് മാറിയിട്ട് ആരാവുന്നുണ്ട്? ഇവിടെ ഒരു സിംഗിൾ ബോണ്ടായി മാറുന്നുണ്ട്. ഒന്നും കൂടി നോക്കിക്കോളെ. NCH2 ഡബിൾ ബോണ്ട് CH2 ഇത്രയും ഈത്തീനിന്റെ മോളിക്യൂള് കൂടിയിട്ട് ആരായി മാറിയിട്ടുണ്ട്? അഡീഷൻ പോളിമറൈസേഷൻ ആയതുകൊണ്ട് ഡബിൾ ബോണ്ട് എന്തായി മാറി? സിംഗിൾ ബോണ്ടായി മാറി. ഓക്കെ. അപ്പൊ ഇവിടെ ഒരു വരയിട്ട്, ഇവിടെ ഒരു വരയിട്ട്, അതേപോലെ ഇവിടെ ഒരു വരയിട്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ എഴുതി പോവാ. പക്ഷെങ്കിൽ എത്രാന്ന് വെച്ചിട്ട് നമ്മൾ എഴുതുക? ഇതിപ്പോ 1000 ആൾക്കാർ 1000 ഈത്തീന് ചേർന്നെന്ന് വിചാരിക്കും. അപ്പൊ ഇങ്ങനെ വരയിട്ട് ഇങ്ങനെ പോവാന്ന് പറയുന്നത് അല്ല, ഇങ്ങനെ വരയിട്ട് ഇങ്ങനെ പോവാന്ന് പറയുന്നത് പോസിബിൾ ആണോ? ഇല്ല, അത് ഇമ്പോസിബിൾ ആ അല്ലെ. അതുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മൾ ഇവിടെ NCH2 ഡബിൾ ബോണ്ട് CH2 എന്ന് എഴുതിയില്ലേ, അതേപോലെ തന്നെ എന്തായ ഇവിടുത്തെ വാലൻസീസ് ഒക്കെ കണക്കാക്കിയിട്ട് ഒരു ബ്രാക്കറ്റ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഇവിടെ ഇങ്ങനെ ഒരു N ഇട്ട് കൊടുത്ത്, അതായത് N ആയിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നതെന്ന് അർത്ഥം. ക്ലിയർ ആണല്ലോ? അപ്പൊ നിങ്ങൾ പഠിച്ചു വെക്കണേ. ഈത്തീൻ എല്ലാവർക്കും അറിയാമെന്നായിരിക്കും. ഈത്തീന് നല്ല താപനിലയിലും നല്ല മർദ്ദത്തിലും അല്ലെ ഉൽപ്രേരകത്തിന്റെ സാന്നിധ്യത്തിൽ പോളിമറൈസേഷൻ സംഭവിച്ചിട്ട് നമുക്ക് ഈ ഒരാളെയാ കിട്ടുന്നത്. ഏതാളാ? ദാ ഈ ഒരാളെയാണ് നമുക്ക് കിട്ടുന്നത് അല്ലെ. ഈ ആളെ പേരെന്താ? പോളി ഈത്തീൻ. എന്താണ്? ഈത്തീൻ. ഒരു ഈത്തീന് അത് കൂടി ചേർന്നിട്ട് എന്തായി മാറി? പോളി ഈത്തീൻ. അല്ലെങ്കിൽ എന്ത് പറയാ? പോളിത്തീൻ എന്ന് പറയാം. പോളി ഈത്തീൻ അല്ലെങ്കിൽ എന്താണ്? പോളിത്തീൻ. ക്ലിയർ ആണല്ലോ?
ഓക്കെ, അങ്ങനെയെങ്കിൽ നോക്കിക്കോളെ, ഈ രാസപ്രവർത്തനത്തിലെ മോണോമറിന്റെ പേരെന്താ? ഇതിന്റെ മോണോമർ ആരാ? നമ്മളുടെ ഈത്തീൻ അല്ലെ. കുഞ്ഞു കുഞ്ഞു കണികകൾ ആരാണ്? ഈത്തീനാണ്. അങ്ങനെയാണ് പോളിമറിന്റെ പേരെന്താ? ഇതാണ് അല്ലെ, പോളി ഈത്തീൻ അല്ലെങ്കിൽ പോളിത്തീൻ ആണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് അഡീഷൻ പോളിമറൈസേഷനിൽ ആദ്യത്തെ ആളാണ് ഈത്തീൻ. ഈത്തീൻ മോണോമറായി വന്നുകൊണ്ട് നമുക്ക് കിട്ടിയ പോളിമറാണ് പോളി ഈത്തീൻ അഥവാ പോളിത്തീൻ. ഓക്കെ, ഇനി അടുത്ത നോക്കിക്കോളെ, പ്ലാസ്റ്റിക് പൈപ്പുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പോളിമറാണ് പോളിവിനൈൽ ക്ലോറൈഡ്, PVC. ഇതിലെ മോണോമർ വിനൈൽ ക്ലോറൈഡ് ആണ്. അപ്പൊ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അഡീഷൻ പോളിമറിൽ ഒന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ, നമ്മളുടെ ഈത്തീന് പോളിത്തീന് കിട്ടിയത്. അടുത്തതാണ് PVC. PVCന്റെ ഫുൾ ഫോം എന്താ? പോളിമർ PVCന്റെ ഫുൾ ഫോം എന്താ? പോളിവിനൈൽ ക്ലോറൈഡ്. എന്താണ്? പോളിവിനൈൽ ക്ലോറൈഡ് എന്നാണ് PVCന്റെ ഫുൾ ഫോം. അപ്പൊ PVC പൈപ്പുകൾ എന്നൊക്കെ പറയും. അപ്പൊ കൂടുതലായിട്ടും പോളിവിനൈൽ ക്ലോറൈഡ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? പ്ലാസ്റ്റിക് പൈപ്പുകളിലാണ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ PVC പൈപ്പ് അല്ലെ, PVC പോളിവിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പോളിമർ ആണ് അല്ലെ, ഒരു പോളിമർ ആണ്. ഈ പോളിമർ ഏത് രൂപത്തിലാണ് കിട്ടുന്നത്? ഏത് രൂപത്തിൽ എന്നല്ല, ഏതാണ് ഈ പോളിമറിന്റെ മോണോമർ? അതിന്റെ മോണോമർ ആണ് ആര്? വിനൈൽ ക്ലോറൈഡ്. ആരാണ്? വിനൈൽ ക്ലോറൈഡ്. അപ്പൊ നോയിക്കോളെ, വിനൈൽ ക്ലോറൈഡ് ആണ് മോണോമർ. ഇതിന്റെ പോളിമർ ഏതാ? പോളിവിനൈൽ ക്ലോറൈഡ്. അപ്പൊ അങ്ങനെ രീതിയിൽ നിങ്ങൾ പഠിച്ചാൽ മതി. നമ്മളുടെ പോളിമർ അല്ലെ, PVC പോളിവിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്ന പോളിമറിന്റെ മോണോമർ ആരാ? VC, വിനൈൽ ക്ലോറൈഡ്. അങ്ങനെ പഠിക്കുക. വലുതാണ് പോളിമർ അല്ലെ, അപ്പൊ വലുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്നും വേണം. അപ്പൊ പോളിവിനൈൽ ക്ലോറൈഡ് ആണ് പോളിമർ. അപ്പൊ മോണോമർ ആരാ? ഈ VC, വിനൈൽ ക്ലോറൈഡ്. ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചു വെക്കാം. ഇനി അതിന്റെ ഒരു സമവാക്യം നമുക്ക് നോക്കാം. ഇവിടെ തന്നിട്ടുള്ളത് വിനൈൽ ക്ലോറൈഡ് ആണ്, വിനൈൽ ക്ലോറൈഡ്. അപ്പൊ വിനൈൽ ക്ലോറൈഡിന്റെ രേഖ നോക്കിക്കോളെ, സ്ട്രക്ചർ നോക്കിക്കോ. CH2 ഡബിൾ ബോണ്ട് CHCl. അപ്പൊ ഇതാണ് എന്തെന്ന്? വിനൈൽ ക്ലോറൈഡിന്റെ സ്ട്രക്ചർ. അപ്പൊ ഒരു വിനൈൽ ക്ലോറൈഡ് ആണോ പോളിമറൈസേഷൻ നടക്കുക ഈ പ്രവർത്തനത്തിന്? അല്ല, കുറേ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നത്? N എന്ന് വന്നിട്ടുള്ളത്. CH2 ഡബിൾ ബോണ്ട് CHCl എന്ന് വരും. അപ്പൊ ഇനി ഇവിടെ എന്താ സംഭവിക്കുക? അഡീഷൻ പോളിമറൈസേഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്ത് സംഭവിക്കും? ഈ CH2 അങ്ങനെ തന്നെ വരും. ഇനി എന്താ സംഭവിക്കുക? ഈ ഡബിൾ ബോണ്ട് എന്തായി മാറും? ഒരു സിംഗിൾ ബോണ്ട് ആവും. ഈ CH അങ്ങനെ തന്നെ വരും. ഇവിടെ ഒരു Cl വരും. ഇവിടെയും ഇവിടെയും ഒരു വര ഇട്ട് പിന്നെ എന്ത് ചെയ്യുക? ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് എന്തിട്ട് കൊടുത്താൽ മതി? ഒരു N എന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എന്തായി മാറിയിട്ടുണ്ട്? നമ്മളുടെ PVC ആയിട്ടുണ്ട്. PVC ആരാ? പോളി വിനൈൽ ക്ലോറൈഡ്. പോളി വിനൈൽ ക്ലോറൈഡ്. ക്ലിയർ ആണല്ലോ ഇത്? യെസ്. അപ്പൊ ഒന്നും കൂടി പറഞ്ഞുതരാം. നമ്മൾ അഡീഷൻ പോളിമറിന്റെ ആദ്യത്തെ ഒന്ന് പഠിച്ച അതാണ് ഈത്തീൻ അല്ലെ. ഈത്തീൻ മോണോമറായി വന്നുകൊണ്ട് പോളിത്തീൻ കിട്ടി. അടുത്തതാണ് എന്തെന്ന്? മോണോമർ ആയിട്ട് വന്നത് വിനൈൽ ക്ലോറൈഡ്. വിനൈൽ ക്ലോറൈഡ് മോണോമറായി വന്നുകൊണ്ട് നമുക്ക് കിട്ടിയ പോളിമറാണ് പോളിവിനൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ PVC. അതിന്റെ ഈ ഒരു സ്ട്രക്ചറും കൂടി നിങ്ങൾ പഠിക്കുക. ഈ സമവാക്യവും നിങ്ങൾ പഠിക്കാം. ഈ ഡബിൾ ബോണ്ട് എന്തായി മാറി? സിംഗിൾ ബോണ്ട് ആയി മാറി. അപ്പോൾ ഈ പ്ലസ് പ്ലസ് ഇട്ട് പോകുമ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ ഡബിൾ ബോണ്ട് വന്നാലൊന്നും ശരിയാവില്ല. അപ്പൊ എന്ത് ചെയ്യുക? N നമ്പർ ഇങ്ങനെ വരുന്നുണ്ട് അല്ലെ, അതുകൊണ്ടാണ് N എന്ന് ഇട്ട് കൊടുത്തത്. അപ്പൊ രണ്ടെണ്ണം നമ്മൾ പഠിച്ചു കഴിഞ്ഞ് ഇനി മൂന്നാമത്തതാണ് നോൺ സ്റ്റിക് പാചക പാത്രങ്ങളുടെ ഉൾപ്രതലത്തിലെ ആവരണം ഉണ്ടാക്കാൻ ടെട്രാഫ്ലൂറോ ഈത്തീൻ നിന്ന് നിർമ്മിക്കുന്ന പോളിമറായ പോളി ടെട്രാഫ്ലൂറോ ഈത്തീൻ ടെഫ്ലോൺ ഉപയോഗിക്കുന്നു. ഉയർന്ന താപനില താങ്ങാൻ കഴിയുന്ന ഒരു പോളിമറാണ് ടെഫ്ലോൺ. ഇനി അടുത്തതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമ്മളുടെ നോൺ സ്റ്റിക്ക് പാനുകളെല്ലാം ഉണ്ടാവുമല്ലോ. ഈ നോൺ സ്റ്റിക്ക് പാനിന്റെ ഈ ഒരു അടിഭാഗത്ത് അടിഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോൺ സ്റ്റിക്കിന്റെ ഈ ഒരു പ്രതലം ഉണ്ടാവുമല്ലോ. ഈ പ്രതലത്തിൽ നമ്മളൊരു കോട്ടിങ് കാണും അല്ലെ. ആ കോട്ടിങ്ങിനെ വിളിക്കുന്ന പേരാണ് ടെഫ്ലോൺ. എന്താണ്? ടെഫ്ലോൺ. അതിന് ഈ ടെഫ്ലോണിനെ കുറച്ചും കൂടി നമ്മൾ നീട്ടി വലിച്ച് പറയുകയാണെങ്കിൽ അതിന് പറയാം പോളി ടെട്രാഫ്ലൂറോ ഈത്തീൻ. പോളി ടെട്രാഫ്ലൂറോ ഈത്തീൻ. അപ്പൊ നമ്മളുടെ നോൺ സ്റ്റിക്ക് പാചക പാത്രങ്ങളുടെ ഈ ഒരു ഉൾഭാഗത്ത് അല്ലെ, ഈ ഉൾപ്രതലത്തിൽ കാണുന്ന ഈ ഒരു ആവരണം ഉണ്ടല്ലോ, ആ ആവരണത്തിന്റെ പേരാണ് ടെഫ്ലോൺ. എന്താണ്? ടെഫ്ലോൺ. അതിനെ കുറച്ചുകൂടി നീട്ടി വലിച്ച് പറയുകയാണെങ്കിൽ
പോളി ടെട്രാഫ്ലൂറോ ഈത്തീൻ. അങ്ങനെയെങ്കിൽ ഇതായിരിക്കൂല നമ്മളുടെ പോളിമർ അല്ലെ, പോളിമർ പോളി ടെട്രാഫ്ലൂറോ ഈത്തീൻ ആണ് നമ്മുടെ പോളിമർ. അപ്പൊ ഈ പോളിമർ ഉണ്ടാകുന്ന ഏത് മോണോമറിൽ നിന്നാണ്? അതാണിത്, ടെട്രാഫ്ലൂറോ ഈത്തീൻ. ടെട്രാഫ്ലൂറോ ഈത്തീൻ, യെസ്, നമ്മൾ നേരത്തെ പഠിച്ച ഓർമ്മയില്ലേ, നമ്മളുടെ PVC പഠിച്ച ഓർമ്മയില്ലേ, PVC പോളി വിനൈൽ ക്ലോറൈഡ്, ഇതാണ് പോളിമർ. ഇതിന്റെ മോണോമർ ഏതാ? VC, വിനൈൽ ക്ലോറൈഡ് ആണ് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെയാണ് ഇവിടെ നോക്ക്, പോളി ടെട്രാഫ്ലൂറോ ഈത്തീൻ. പോളി ടെട്രാഫ്ലൂറോ ഈത്തീൻ ഇതാരാ? നമ്മളുടെ പോളിമർ ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മോണോമർ ആരാ? ഇതിന്റെ മോണോമർ ആണ് ഇത്, ടെട്രാഫ്ലൂറോ ഈത്തീൻ. ടെട്രാഫ്ലൂറോ ഈത്തീൻ. ഓക്കെ, അപ്പൊ ടെട്രാഫ്ലൂറോ ഈത്തീനിൽ നിന്ന് നിർമ്മിക്കുന്നതാണ് പോളി ടെട്രാഫ്ലൂറോ ഈത്തീൻ. അപ്പൊ അത് നമുക്കൊന്ന് എന്താണ് രേഖപ്പെടുത്താം അല്ലെ, സമവാക്യം നോക്കാം. ടെട്രാഫ്ലൂറോ ഈത്തീൻ അതാണ് നമ്മളുടെ മോണോമർ. ടെട്രാ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? 4. ടെട്രാഫ്ലൂറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഫ്ലൂറിൻ ഉണ്ട് എന്നർത്ഥം അല്ലെ. ടെട്രാഫ്ലൂറോ ഈത്തീനും ആണ്. ഈത്തീനിൽ എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ ഉണ്ട്. പിന്നെ എന്താണ്? ഈത്തീനാണ്. തീൻ ആയതുകൊണ്ട് ഡബിൾ ബോണ്ട് ഉണ്ട്. ഇനി എന്താ, ഇവർക്ക് ഹൈഡ്രജൻ ആണോ ഉള്ളത്? അല്ല. ആരാ ഉള്ളത്? ഫ്ലൂറിൻ ആണ് ഉള്ളത്. എത്ര ഫ്ലൂറിൻ ഉണ്ട്? 4 ഫ്ലൂറിൻ ഉണ്ട്. അപ്പൊ എവിടെയൊക്കെ വരും? ഇവിടെ ഒരു ഫ്ലൂറിൻ, ഇവിടെ ഒരു ഫ്ലൂറിൻ, ഇവിടെ ഒരു ഫ്ലൂറിൻ, ഇവിടെ ഒരു ഫ്ലൂറിൻ. അപ്പൊ 1 2 3 4 അല്ലെ, 4 ഫ്ലൂറിനും ഉണ്ട്, ഈത്തീനും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സ്ട്രക്ചർ അല്ലെ എങ്ങനെ എഴുതാം? ഒരു കാർബൺ, എത്ര ഫ്ലൂറിൻ? 2 ഫ്ലൂറിൻ, CF2. പിന്നെ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു കാർബൺ, 2 F2, CF2 കണ്ടോ? CF2. ഓക്കെ, ഇതാണ് എന്തെന്ന്? ടെട്രാഫ്ലൂറോ ഈത്തീൻ ആണ് ഇത്. അപ്പൊ നിങ്ങൾ നോക്ക്, ഒരു ടെട്രാഫ്ലൂറോ ഈത്തീൻ ആണ് ഉണ്ടാവുക. ഈ ഒരാളെ മാത്രം വരച്ചു കഴിഞ്ഞാൽ മതിയോ? പോരാ, എത്ര വേണം? ഒരു കുറേ ഉണ്ടാവൂലേ? അതുകൊണ്ടാണ് ഇവിടെ ആര് വന്നിട്ടുള്ളത്? N വന്നിട്ടുള്ളത്. CF2 ഡബിൾ ബോണ്ട് CF2. ഓക്കെ, ഇതിന് എന്താ പോളിമറൈസേഷൻ സംഭവിച്ചപ്പോ ഈ ഡബിൾ ബോണ്ട് എന്തായി മാറും? ഒരു സിംഗിൾ ബോണ്ട് ആയി മാറും. ഇതൊക്കെ അങ്ങനെ തന്നെ വന്ന് അല്ലെ. അപ്പുറം ഇപ്പുറം ഒരു ബോണ്ട് ഇട്ട് ഒരു ബ്രാക്കറ്റ് ഇട്ട് N എന്നിട്ട് കൊടുക്കുക അല്ലെ. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതാണ് അല്ലെ, ഇതാണ് ടെട്രാഫ്ലൂറോ ഈത്തീൻ. ഇതാണ് ആര്? പോളി ടെട്രാഫ്ലൂറോ ഈത്തീൻ അഥവാ നമ്മളുടെ ടെഫ്ലോൺ. ഓക്കെ, പോളി ടെട്രാഫ്ലൂറോ ഈത്തീൻ നമ്മളുടെ ടെഫ്ലോൺ ആണ് ഇത്. അപ്പൊ മൂന്നും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ആദ്യത്തേത് ആരായിരുന്നു? ഈത്തീൻ അല്ലെ. ഈത്തീനിൽ നിന്നും നമ്മൾ പോളിത്തീൻ ഉണ്ടാക്കി. രണ്ടാമത്തേതാണ് നമ്മളുടെ PVC അല്ലെ, പോളി വിനൈൽ ക്ലോറൈഡ്. ഏതിൽ നിന്നുണ്ടാക്കി? വിനൈൽ ക്ലോറൈഡിൽ നിന്നും ഉണ്ടാക്കി. മൂന്നാമത്തേതാണ് നമ്മളുടെ ഇത് അല്ലെ, ടെട്രാഫ്ലൂറോ ഈത്തീനിൽ നിന്ന് നമ്മൾ ആരുണ്ടാക്കി? പോളി ടെട്രാഫ്ലൂറോ ഈത്തീൻ ഉണ്ടാക്കി. ഈ ഡബിൾ ബോണ്ട് കാണുന്നത് സിംഗിൾ ബോണ്ട് ആക്കി മാറ്റി അപ്പുറം ബോണ്ടൊക്കെ ശരിയാക്കി ഒരു N എന്നിട്ട് കൊടുക്കുക. N എന്നിടുന്നത് എന്താണ്? N നമ്പർ ഓഫ് ഉണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് N ഇട്ട് കൊടുക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ പോളിത്തീൻ, പോളി വിനൈൽ ക്ലോറൈഡ്, ടെഫ്ലോൺ എന്നിവ അഡീഷൻ പോളിമറുകളാണ്. അപ്പൊ ഇത് ഓർമ്മിച്ച് വെച്ചോളെ, കാരണം ഇനിയിപ്പൊ നമ്മൾ കണ്ടൻസേഷൻ പോളിമർ പഠിക്കും. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ ഓഡ് വൺ ഔട്ട് ചൂസ് ചെയ്ത് എന്നൊക്കെ പറയും. അപ്പൊ ഇവിടെ വേറെ ആരെങ്കിലും ഒക്കെ തരും, എന്നിട്ട് ഈ മറ്റേ അഡീഷൻ പോളിമർ അല്ലാത്തത് ആര് എന്നൊക്കെ ചോദിക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ 3 ആൾക്കാരും അഡീഷൻ പോളിമറുകളാണ് എന്നുള്ളത് പഠിച്ചു വെക്കാം. ഇനി ടേബിളിൽ ഒരു 5 ആൾക്കാരെ കൂടി നമുക്ക് തന്നിട്ടുണ്ട്. 5 ആൾക്കാരെന്ന് ചെയ്യാൻ 3 നമ്മൾ ഓൾറെഡി പഠിച്ചതും 2 നമ്മൾ പഠിക്കാത്തതും, അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പൊ മോണോമർ വിനൈൽ ക്ലോറൈഡ് അല്ലെ, മോണോമർ വിനൈൽ ക്ലോറൈഡ് എങ്ങനെയെങ്കിൽ നമ്മളുടെ പോളിമർ ആരാ? PVC, പോളി വിനൈൽ ക്ലോറൈഡ് അല്ലെ. അതിന്റെ ഉപയോഗം എന്താ? പൈപ്പുകളില്, പ്ലാസ്റ്റിക് ഫർണിച്ചറില്, വൈദ്യുത ചാലകങ്ങളുടെ ആവരണങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തില്. അപ്പൊ ഇത്രയും കാര്യത്തിലാണ് നമ്മൾ PVC മെയിൻ ആയിട്ട് നമ്മൾ പൈപ്പുകളൊക്കെ നിർമ്മിക്കാനായിട്ട്. അടുത്തതാണ് ഈത്തീൻ അല്ലെ. മോണോമർ ഈത്തീൻ ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് പോളിത്തീൻ ആണ്. പോളിത്തീൻ കവറുകൾ എന്നൊക്കെ കേൾക്കയില്ലേ അല്ലെ. അപ്പൊ നോക്കാം, ടാർപോളിൻ അല്ലെ, ടാർപോളിൻ ഷീറ്റുകൾ, ക്യാരി ബാഗുകൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിനാണ് പോളിത്തീൻ ഉപയോഗിക്കുന്നത്. അടുത്തത് പോളി ടെട്രാഫ്ലൂറോ ഈത്തീൻ. ആരാണ്? പോളിമർ ടെഫ്ലോൺ അല്ലെ. ടെഫ്ലോൺ ആണ് നമുക്ക്, അല്ലെങ്കിൽ പോളി ടെട്രാഫ്ലൂറോ ഈത്തീൻ എന്ന് പറയാം. എവിടെയാ യൂസ് ചെയ്യുന്നത്? നോൺ സ്റ്റിക് പാത്രങ്ങളുടെ ഉൾപ്രതലത്തിന്റെ ആവരണത്തിൽ. ഇനി അടുത്തതാണ് നമ്മൾ കാണാത്ത 2 ആൾക്കാര്, ഐസോപ്രീനും അക്രിലോ നൈട്രൈലും. ഐസോപ്രീന് നമ്മളുടെ സാധാരണ പ്രകൃതിദത്ത റബ്ബർ അല്ലെ,
ഐസോപ്രീൻ ഉപയോഗിച്ച് ഐസോപ്രീൻ മോണോമറായി വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പോളിമറാണ് പ്രകൃതിദത്ത റബ്ബർ. അതെന്തിനാ ഉണ്ടാക്കുന്നത്? ടയറുകളുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അടുത്തതാണ് ആക്രിലോനൈട്രൈൽ പോളിമർ ഉപയോഗിച്ച് ഓർലോൺ ഉണ്ടാക്കും. എന്തിനു വേണ്ടിയിട്ടാ? കൃത്രിമ നാരുകളുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോ ഇതും നിങ്ങൾക്ക് പ്രശ്നമില്ല. നമുക്ക് ടെക്സ്റ്റിൽ എന്താണ് നല്ല വിശാലമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാത്ത ആൾക്കാരാണ് ആര്? ഐസോപ്രീനും അക്രിലോനൈട്രൈലും. ഐസോപ്രീൻ മോണോമറായി വന്നിട്ട് കിട്ടുന്നതാണ് നമുക്ക് പ്രകൃതിദത്ത റബ്ബർ. അത് എന്തിനുപയോഗിക്കുന്നു? ടയറുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. അടുത്തതാണ് ആക്രിലോനൈട്രൈൽ മോണോമർ ഉപയോഗിച്ച് ഓർലോൺ ഉണ്ടാക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? കൃത്രിമ നാരുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു 5 ആൾക്കാരെ പേരും അതിന്റെ മോണോമറും പോളിമറും ഉപയോഗവും നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്ത പോളിമറൈസേഷൻ ആണ് കണ്ടൻസേഷൻ പോളിമറുകൾ. കണ്ടൻസേഷൻ പോളിമറുകൾ. നൈലോൺ 66 ഒരു കണ്ടൻസേഷൻ പോളിമർ ആണ്. ഇതിന്റെ നിർമ്മാണം എങ്ങനെയെന്ന് പരിശോധിക്കാം. നോയിക്കോളെ, നൈലോൺ 66. അപ്പൊ നമ്മൾ നേരത്തെ അഡീഷൻ പോളിമറിൽ 5 ആളെ പഠിച്ചു അല്ലെ? അപ്പൊ അതിനെയും കൂടി നൈലോൺ 66നെയും കൂടി ഇവിടെ തന്നിട്ട് നിങ്ങളോട് പറഞ്ഞ് അഡീഷൻ പോളിമർ അല്ലാത്തത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതണം? നൈലോൺ 66. നൈലോൺ 66 ഏത് പോളിമറാ? കണ്ടൻസേഷൻ പോളിമർ ആണ് എന്ന് നിങ്ങൾ ഓർക്കണം. ഇനി അതിന്റെ നിർമ്മാണം നമുക്കൊന്ന് നോക്കാം. ഇതിന്റെ നിർമ്മാണം കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ളതാണ്. നേരത്തെ ഉള്ള പോലെയല്ല, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അധികം കുഴപ്പമൊന്നുമില്ല, നമുക്ക് പഠിച്ചെടുക്കാനാവുന്നേ ഉള്ളൂ. അഡിപ്പിക് ആസിഡ്, പിന്നെ ആരാളത്? ഹെക്സാമെത്തിലിൻ ഡൈ അമീൻ. ഉന്നത താപനിലയിലും മർദ്ദത്തിലും കണ്ടൻസേഷൻ പോളിമറൈസേഷന് വിധേയമാകുമ്പോൾ നൈലോൺ 66 ലഭിക്കുന്നു. ഇവിടെ ഒരു ചെറു തന്മാത്രയായ H2O നീക്കം ചെയ്യപ്പെടുന്നതായി കാണാം. അപ്പോ നേരത്തെ എല്ലാം അല്ലെ അഡീഷൻ പോളിമറിൽ നമ്മൾ എന്താ കണ്ടത്? ഈത്തീൻ ആണെങ്കിൽ CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് CH2 ഡബിൾ ബോണ്ട് CH2 അല്ലെ? ഈ സെയിം സാധനം തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ കൂട്ടി പോകുന്നത് അല്ലെ? അതുകൊണ്ട് നമുക്ക് CH2 ഡബിൾ ബോണ്ട് CH2 എന്ന് എഴുതിയാൽ മതിയായിരുന്നു അല്ലെ? പക്ഷെ ഇവിടെ കണ്ടൻസേഷൻ പോളിമറിൽ ആരൊക്കെ വരുന്നുണ്ട്? അഡിപ്പിക് ആസിഡ് എന്ന് പറയുന്ന ആളും ഹെക്സാമെത്തിലിൻ ഡൈ അമീൻ എന്ന് പറയുന്ന ആളും വരുന്നുണ്ട്. ആരൊക്കെയാ? അഡിപ്പിക് ആസിഡും ഹെക്സാമെത്തിലിൻ ഡൈ അമീനും. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ നൈലോൺ അല്ലെ, നൈലോൺ 66 എന്ന് പറയുന്ന ആള് ആരാണ്? നമ്മളുടെ പോളിമർ അല്ലെ, നൈലോൺ. ഓക്കെ, ഈ നൈലോൺ 66 എന്ന് പറയുന്ന ആരാ? നമ്മളുടെ പോളിമർ ആണ്. ഈ പോളിമറിനെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന 2 മോണോമറുകളാണ് അഡിപ്പിക് ആസിഡും ഹെക്സാമെത്തിലിൻ ഡൈ അമീനും. ഓർത്തോളെ, അഡിപ്പിക് ആസിഡും ഹെക്സാമെത്തിലിൻ ഡൈ അമീനും. ഓക്കെ, അത് 2 ആളാണ് എന്ന് മനസ്സിലായി. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഇതിന്റെ ഒരു ഇക്വേഷൻ എഴുതണം അല്ലെ? ആ ഇക്വേഷൻ ആണ് എഴുതാനായിട്ട് പോകുന്നത്. അഡിപ്പിക് ആസിഡ് അല്ലെ, ഇതാണ് അഡിപ്പിക് ആസിഡ്. എന്താണ്? COOH CH2 4 COOH. ഇതാണ് നമ്മളുടെ അഡിപ്പിക് ആസിഡ്. ഈ ആളാണ് ഇത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു അഡിപ്പിക് ആസിഡും ഒരു ഹെക്സാമെത്തിലിൻ ഡൈ അമീനും ആയിരിക്കോ ചേരുക? അല്ല. n നമ്പർ ഓഫ് അഡിപ്പിക് ആസിഡ് ഉണ്ടാവും അല്ലെ? n ആൾക്കാരുണ്ടാവും അഡിപ്പിക് ആസിഡ്. അതുകൊണ്ടാണ് NCOOH CH2 4 COOH എന്ന് വന്നത്. ഇതാണ് നമ്മളുടെ അഡിപ്പിക് ആസിഡ്. ക്ലിയർ ആണല്ലോ? അടുത്തതാണ് ഹെക്സാമെത്തിലിൻ ഡൈ അമീൻ അല്ലെ? മെത്തിലിൻ ആരാ? CH2 അല്ലെ? എത്രയായിട്ടുള്ളത്? ഹെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 അല്ലെ? ഹെക്സാമെത്തിലിൻ ഡൈ അമൈൻ അല്ലെ? ഡൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? 2 അമൈൻ ഉണ്ട് അല്ലെ? അപ്പൊ NH2 2 ഉണ്ട് എന്നർത്ഥം. ഓക്കെ, ഇങ്ങനെയായി അല്ലെ? ഇതാരാണ്? ഇത് നമ്മളുടെ അഡിപ്പിക് ആസിഡ്. ഇതാരാണ്? നമ്മളുടെ ഹെക്സാമെത്തിലിൻ ഡൈ അമൈൻ. ഞാൻ ചോദിക്കട്ടെ, നേരത്തെ പോലെ തന്നെ ഇത് ഒരു അഡിപ്പിക് ആസിഡ് ആയിരിക്കോ? അല്ല. n നമ്പർ ഓഫ് അഡിപ്പിക് ആസിഡ് ഒരു ഹെക്സാമെത്തിലിൻ ഡൈ അമൈൻ കൂടെ ആയിരിക്കോ റിയാക്ട് ചെയ്യുക? അല്ല. അതും എത്ര തന്നെ ഉണ്ടാവും? n ഉണ്ടാവും. ഓക്കെ, n നമ്പർ ഓഫ് അഡിപ്പിക് ആസിഡും n നമ്പർ ഓഫ് ഹെക്സാമെത്തിലിനും എത്രയാണ് എന്ന് നമുക്ക് ഇവിടെ അറിഞ്ഞൂടാ. എത്രയോ അഡിപ്പിക് ആസിഡും എത്രയോ ഹെക്സാമെത്തിലിൻ ഡൈ അമൈനും കൂടി ചേരുന്നു. അപ്പൊ എന്താ റിലീസ് ആവുക? ഒരു പോളിമർ ഉണ്ടാവും.
ഓക്കെ, അതിന്റെ കൂടെ എന്താ, വെള്ളം, വാട്ടറിനെയും കൂടി എന്ത് ചെയ്യും, റിമൂവ് ചെയ്യപ്പെടും, നീക്കം ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ക്ലിയർ ആണല്ലോ. നമ്മൾ നൈലോൺ 66 കണ്ടൻസേഷൻ പോളിമർ ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. അതിന്റെ 2 മോണോമറുകളുണ്ട്, അഡിപ്പിക് ആസിഡും ഉണ്ട്, ഹെക്സാമെത്തിലിൻ ഡൈഅമീനും ഉണ്ട്. അപ്പൊ ഈ 1000 ഹെക്സാമെത്തിലിൻ ഡൈഅമീനും 1000 അഡിപ്പിക് ആസിഡും ഉണ്ട് എന്ന് വിചാരിക്കും. അതിങ്ങനെ പേപ്പറിൽ ഇങ്ങനെ എഴുതി പോവാന്ന് പറയുന്നത് പോസിബിൾ ആണോ? അല്ല. അതുകൊണ്ടാണ് നമ്മൾ എത്രയോ, ഓക്കെ, എത്രയോ എമൗണ്ട് അഡിപ്പിക് ആസിഡും എത്രയോ എമൗണ്ട് ഹെക്സാമെത്തിലിൻ ഡൈഅമീനും കൂടി ചേർന്നപ്പോൾ ഒരു പോളിമറിനെ കിട്ടി. അതിന്റെ കൂടെ വെള്ളത്തിന് എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്, റിമൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ. അപ്പൊ നോക്കിക്കോളെ, അഡിപ്പിക് ആസിഡ് N നമ്പർ ഉണ്ട്, അതേപോലെ തന്നെ ഹെക്സാമെത്തിലിൻ ഡൈഅമീന് N നമ്പർ ഉണ്ട്. ഓക്കെ, ഇനി നോക്കിക്കോളെ, ഇനി ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് ശ്രദ്ധിച്ചോ. ഇവിടുന്ന് ഒരു OH ഇവിടുന്നും ഒരു OH. ഓക്കെ, ഇവിടുന്ന് ഒരു OH, ഇവിടുന്ന് ഒരു OH. അതേപോലെ ഈ NH2ലുള്ള ഒരു H, NH2ലുള്ള ഒരു H, ഇവിടുത്തെ NH2ലുള്ള ഒരു H ഞാൻ ഇങ്ങോട്ടേക്ക് എടുക്കുന്നത്. എന്നല്ലേ ഇത് H ആണ്, Hനെ ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്ത്. അപ്പൊ നോക്കിക്കോളെ, OH അല്ലെ, OHും പിന്നെ എന്താ, ഇവിടെ ഒരു Hും അല്ലെ, ഇവിടെ ഒരു H. അപ്പൊ ഇവിടെ എന്തായി, 2 Hും ഒരു Oയും അല്ലെ, അപ്പൊ എന്തായി, H2O അല്ലെ. അപ്പൊ ഇതും ചേർന്ന് H2O ആയി. ഇനി എന്താ, ഇവിടെ ഒരു OH ഉണ്ട്, ഇവിടെയും H ഉണ്ട് അല്ലെ, അപ്പൊ അതും എന്തായി, H2O ആയി അല്ലെ. അപ്പോ ഒരു അഡിപ്പിക് ആസിഡും ഒരു ഹെക്സാമെത്തിലിൻ ഡൈഅമീനും ചേർന്നപ്പോ 2 H2 എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്, റിലീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ N അഡിപ്പിക് ആസിഡും N ഹെക്സാമെത്തിലിൻ ഡൈഅമീനും ചേർന്നുണ്ടെങ്കിൽ കുറെ H2 ഇങ്ങനെ റിലീസ് ആവൂലേ. അതുകൊണ്ടാണ് നമ്മൾ കുറെ എന്നുള്ള അർത്ഥത്തിൽ NH2 റിലീസ് ആയി എഴുതിയത്. നോക്കിക്കോളെ, NH2 റിലീസ് ആയി. ഓക്കെ, ഇവര് തമ്മിലുള്ള റിയാക്ഷൻ നടന്നപ്പോൾ NH2 എന്തായിട്ടുണ്ട്, റിലീസ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്ക്, ബാക്കി ഇവിടെ ആരൊക്കെയാ ഉള്ളത്? യെസ്, H2 ഒക്കെ പോയപ്പോൾ ഇവിടെ ഒരു OC ഉണ്ട്, അതാണ് ഇവിടെ വന്നിട്ടുള്ളത്. OC എഴുതുന്ന സുഖയില്ലാത്തതുകൊണ്ട് CO എഴുതി. പിന്നെ CH2 അങ്ങനെ തന്നെ ഇവിടെ CO വന്ന്, പിന്നെ ഇവിടെ പ്ലസ് ആണോ വരിക? അല്ല, എന്താ, റിയാക്ഷൻ നടന്നില്ല. അപ്പൊ ഒരു ലൈനായിട്ട് അങ്ങ് പോകണം അല്ലെ. ഇവിടുന്ന് ഒരു H പോയി കഴിഞ്ഞാൽ എന്ത് വരും, NH വരും. പിന്നെ CH2 ഇതും വന്ന്, ഇവിടുന്ന് ഒരു H പോയി കഴിഞ്ഞാൽ NH വന്ന്. പിന്നെ നേരത്തെ പോലെ തന്നെ ഇങ്ങോട്ടേക്ക് ആൾക്കാരുണ്ട് എന്നാണ് അർത്ഥം, ഈ ബോണ്ടിനെ സൂചിപ്പിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് ഈ ബോണ്ടും സൂചിപ്പിക്കുന്നത്, അങ്ങോട്ടേക്ക് ആൾക്കാരുണ്ട് അല്ലെ. എത്രയോ ആൾക്കാരുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ N വന്നിട്ടുള്ളത്. ക്ലിയർ ആണോ? ഈ ആളാണ് നമ്മളുടെ ആര്, നൈലോൺ 66, നമ്മളുടെ നൈലോൺ 66. ക്ലിയർ ആണോ? ഒന്നും കൂടി പറഞ്ഞുതരാം. അഡിപ്പിക് ആസിഡും ഉണ്ട്, ഹെക്സാമെത്തിലിൻ ഡൈഅമീനും ഉണ്ട്. ഇവിടുന്ന് ഒരു OHും ഇവിടുന്ന് നമ്മളുടെ ഹെക്സാമെത്തിലിൻ എന്നുള്ള, അയ്യോ വലുതായി പോയി, ഒരു മിനിറ്റ് ഒന്ന് ചെറുതാക്കട്ടെ ഞാൻ. ഓക്കെ, ഇവിടുന്ന് ഒരു OHും അല്ലെ, ഇവിടുന്ന് ഒരു OHും ഇവിടുന്ന് ഒരു Hും ചേർന്നിട്ട് H2O റിലീസ് ആയി. അതേപോലെ തന്നെ ഇവിടുന്ന് ഒരു OHും ഇവിടുന്ന് ഒരു Hും ചേർന്നിട്ട് എന്ത് ചെയ്ത്, ഒരു H2O റിലീസ് ആയി. അങ്ങനെ N ആൾക്കാർ ചേരുമ്പോൾ NH2O റിലീസ് ആയി. ഇനി എന്ത് ചെയ്യാ, ബാക്കിയുള്ള ആൾക്കാരെ ഇതാ ഇങ്ങനെ എടുത്തെഴുതി കൊടുത്താൽ മതി. എന്നിട്ട് N നമ്പർ ഒന്നും കൂടി എഴുതി കൊടുക്കുക. യെസ്, ഇവിടെ N ഒന്നും കൂടി എഴുതി കൊടുക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അഡിപ്പിക് ആസിഡിന്റെയോ ഹെക്സാമെത്തിലിൻ ഡൈഅമീന്റെയോ സ്ട്രക്ചർ പഠിച്ചു വെക്കുക. ബാക്കി ഞാൻ പറഞ്ഞ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ നൈലോൺ 66 കിട്ടി. വ്യത്യസ്തങ്ങളായ മോണോമറുകൾ സംയോജിച്ച് ചെറിയ തന്മാത്രകളെ നീക്കം ചെയ്ത് വലിയ സംയുക്തങ്ങളായി മാറുന്ന പ്രവർത്തനത്തെ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ എന്ന് പറയുന്നു. ഓക്കെ, അതാ അവിടെ പറഞ്ഞിട്ടുള്ളത്, വ്യത്യസ്തങ്ങളായ മോണോമറുകൾ അല്ലെ. നമ്മൾ അഡീഷൻ പോളിമർ ആണെങ്കിൽ എന്താ, ഒരേപോലത്തെ മോണോമറുകൾ ആയിരുന്നു അല്ലെ. പക്ഷെ ഇവിടെ കണ്ടൻസേഷൻ വരുമ്പോൾ വ്യത്യസ്തങ്ങളായ മോണോമറുകളാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഈ വ്യത്യസ്തങ്ങളായ അല്ലെ, ഇത് ഒരു മോണോമർ, ഇത് വേറൊരു മോണോമർ അല്ലെ. അപ്പൊ വ്യത്യസ്തങ്ങളായ മോണോമറുകൾ സംയോജിച്ചിട്ട് എന്ത് ചെയ്യും, ചെറിയ ചെറിയ തന്മാത്രകളെ നീക്കം ചെയ്യും അല്ലെ. ഏതൊക്കെ, വെള്ളം പോലെയുള്ള ആൾക്കാരെ നീക്കം ചെയ്തിട്ട് എന്താ, ഒരു വലിയ സംയുക്തമാക്കി മാറ്റിയിട്ടുണ്ടല്ലോ. ഈ ഒരു പ്രവർത്തനത്തിനെയാണ് നമ്മൾ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നേരത്തെ പോലെ തന്നെ ഇവിടെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അഡീഷൻ പോളിമറിൽ 3 ആൾക്കാരെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടും 2 ആൾക്കാരെ കുറിച്ച് ടേബിളിലും പഠിച്ച് മൊത്തം 5 അഡീഷൻ പോളിമറുകളെ കുറിച്ച്
ടേബിളിൽ പഠിച്ച് അല്ലെ. ഇനി ഇവിടെ എന്താണ് ഒരാള് അല്ലെ നൈലോൺ 66 എന്ന് പറയുന്ന ആളെ കൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടും പിന്നെ എന്താ വേറെ രണ്ടാൾക്കാരെയും കൂടി കൂട്ടി മൂന്നാൾക്കാർ നമ്മളുടെ കണ്ടൻസേഷൻ പോളിമറൈസേഷനിൽ ടേബിളിൽ വരുന്നുണ്ട്. അതൊന്ന് നോക്കാം. അപ്പൊ മോണോമർ ഉണ്ട്, പോളിമർ ഉണ്ട്, ഉപയോഗമുണ്ട്. അപ്പൊ അഡിപ്പിക് ആസിഡും ഹെക്സാമെത്തിലും ഡൈഅമൈനും വരുന്ന മോണോമർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പോളിമർ ആണ് നൈലോൺ 66. നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് അല്ലെ. നൈലോൺ എന്തിനൊക്കെ ഉപയോഗിക്കുന്നു? വസ്ത്രങ്ങളിൽ ചീർപ്പിന്റെ ബ്രഷ് ഉണ്ടാക്കാൻ, പിന്നെ നാര് അതേപോലെയുള്ള നാരുകളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന നൈലോൺ 66. അതിന്റെ മോണോമറുകൾ ആരായിരുന്നു? അഡിപ്പിക് ആസിഡും ഹെക്സാമെത്തിലും ഡൈഅമൈനും. അടുത്തതാണ് ആര്? കേട്ടിട്ടില്ലാത്തൊരാളാണ്. ഫീനോളും ഫോർമാൽഡിഹൈഡും കൂടിയിട്ട് ആരുണ്ടായി? ഫീനോൾ ഫോർമാൽഡിഹൈഡ് റെസിൻ. അതിനെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് ബേക്കലൈറ്റ്. നോക്കിക്കോളെ, ഫീനോളും ഫോർമാൽഡിഹൈഡും കൂടി ചേർന്നിട്ട് ഉണ്ടായതാണ് ഫീനോൾ ഫോർമാൽഡിഹൈഡ് റെസിൻ. ഫീനോളും ഫോർമാൽഡിഹൈഡും ചേർന്നിട്ട് ഫീനോൾ ഫോർമാൽഡിഹൈഡ് റെസിൻ. കോമൺ ആയിട്ട് പറയുന്നതാണ് ബേക്കലൈറ്റ്. അപ്പൊ അത് ഉപയോഗിക്കുന്ന എവിടെയൊക്കെയാണ്? സ്വിച്ചുകൾ ഉണ്ടാക്കാൻ വേണ്ടി, പ്ലഗുകള്, പ്രഷർ കുക്കറിന്റെ കൈപ്പിടി തുടങ്ങിയവ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. ലാസ്റ്റ് വൺ ആണ് എത്തിലിൻ ഗ്ലൈക്കോളും ടെറിത്താലിക് ആസിഡും കൂടി ചേർന്നിട്ട് ആരുണ്ടാക്കി? പോളി എത്തിലിൻ ടെറിത്താലേറ്റ് അല്ലെങ്കിൽ പോളിസ്റ്റർ. മനസ്സിലായ? എന്താ? എത്തിലിൻ ഗ്ലൈക്കോളും ടെറിത്താലിക് ആസിഡും ചേർന്നിട്ട് പോളി എത്തിലിൻ ടെറിത്താലേറ്റ്, പോളിസ്റ്റർ തന്നെയാണ് ഇത്. എന്തിനുപയോഗിക്കുന്നത്? ടാർപോളിൻ, കുപ്പികൾ, വസ്ത്രങ്ങൾ തുടങ്ങിയവ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നൈലോൺ 66 പ്രശ്നമില്ല, പക്ഷെ ആദ്യം പഠിക്കുമ്പോൾ ഒരു പ്രശ്നം പോലെ ഉണ്ടായിരുന്നു അല്ലെ. അതേപോലെ തന്നെ എന്താണ് നിങ്ങൾ ഇതും പഠിക്കാം. അപ്പൊ ഫീനോൾ ഫോർമാൽഡിഹൈഡ് ചേർന്നിട്ട് ഫീനോൾ ഫോർമാൽഡിഹൈഡ് റെസിൻ ബേക്കലൈറ്റ്. എത്തിലിൻ ഗ്ലൈക്കോൾ ടെറിത്താലിക് ആസിഡ് ചേർന്നപ്പോ പോളി എത്തിലിൻ ടെറിത്താലേറ്റ് അല്ലെ. പോളി എത്തിലിൻ ടെറിത്താലേറ്റ് ഉണ്ടാവും. അതാണ് പോളിസ്റ്റർ. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിക്കുക. ഇത് എനിക്ക് ഹെൽപ്പ് ചെയ്യാനാവൂല, ഇങ്ങനെ പറഞ്ഞു തരാനേ പറ്റുള്ളൂ. ഇത് നിങ്ങൾ തന്നെ പഠിക്കേണ്ടതാട്ടോ. അപ്പൊ നൈലോൺ 66ന്റെ മോണോമറുകൾ ഏതെല്ലാം? ഏതെല്ലായിരുന്നു? നമ്മളുടെ അഡിപ്പിക് ആസിഡും ഹെക്സാമെത്തിലിൻ താത്താണോ ഇത്? അഡിപ്പിക് ആസിഡും ഹെക്സാമെത്തിലിൻ ഡൈഅമൈനും അല്ലെ. ഫീനോളും ഫോർമാൽഡിഹൈഡും കണ്ടൻസേഷൻ പോളിമറൈസേഷൻ വിധേയമാകുമ്പോൾ ലഭിക്കുന്ന പോളിമർ ഏതാ? യെസ്, ഫീനോൾ ഫോർമാൽഡിഹൈഡ് റെസിൻ അല്ലെ. ഫീനോളും ഫോർമാൽഡിഹൈഡും ചേർന്ന് ഫീനോൾ ഫോർമാൽഡിഹൈഡ് റെസിൻ. അതിന് കോമൺ ആയിട്ട് പറയുന്ന പേരാണ് ബേക്കലൈറ്റ്. അടുത്ത പോളിസ്റ്ററിന്റെ മോണോമറുകളുടെ പേര് എഴുതുക. പോളിയസ്റ്റർ ആരൊക്കെയായിരുന്നു? എത്തിലിൻ ഗ്ലൈക്കോളും ടെറിത്താലിക് ആസിഡും. ഇതൊക്കെയാണ് ഈ കണ്ടൻസേഷൻ പോളിമറിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കുക. അതേപോലെ തന്നെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.